കളിയാക്കളിൽ വെച്ചിട്ട് മരണപ്പെട്ട ദീപുവിൻ്റെ വീടിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രതിയെ ഇന്നാണ് പിടികൂടിയത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു ചോദ്യം ചെയ്യലും മറ്റും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് കുറ്റകൃത്യത്തിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏകദേശം 10 വർഷത്തോളമായി ദീപു ഇവിടെ ഒരു വീട് വെച്ചിട്ട് മനോഹരമായൊരു വീടിനൊപ്പം അപ്പുറത്തൊരു ചെറിയ നീന്തൽക്കുളവും ഒരുക്കിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെ ജോലിക്കാർക്കുള്ള മുറികളും പണിതിട്ടുണ്ട്. ഈ ഒരു JCB, ഹിറ്റാച്ചി, ടിപ്പർ അതുപോലെ തന്നെ ഈ ക്രഷർ ഉപകരണങ്ങളെല്ലാം അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു ചെറിയൊരു വർക്ക്ഷോപ്പും അവിടെ അതിനടുത്തായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ ദീപുവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഭീഷണികൾ ഇതിന് മുൻപും ദീപുവിന് വന്നിട്ടുണ്ട് എന്നാണ്. അത് ഭാര്യയോടും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ദീപു വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുൻപ് ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം അവർ നൽകിയിട്ടുള്ള മൊഴി. ദീപു ഒരു കോറി മുതലാളി ആയതും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വന്തമാക്കിയതും കഠിനമായൊരു പരിശ്രമത്തിലൂടെ തന്നെയാണെന്നാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. നാട്ടുകാർക്ക് മാത്രമല്ല, ദീപുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് പറയാനുള്ളത്. മറ്റുള്ളവരോടെല്ലാം വളരെ സൗമ്യമായി പെരുമാറുന്ന ആളായിരുന്നു ദീപു. പാപ്പനംകോട് കൈമനത്തുള്ള ദിലീപ് ഭവനാണ് ഇവരുടെ ഒരു കുടുംബ വീട്. കൂടാതെ ഇതിനു മുൻപ് അദ്ദേഹത്തിന് ഭീഷണികൾ പലതരത്തിലുള്ളത് വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലും മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതി ഏകദേശം അമ്പിളി എന്ന് വിളിപ്പേരുള്ള സജികുമാറാണ് ഈ ഒരു കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ദീപുവിൻ്റെ മൃതദേഹം വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോട് കൂടിയിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടത്തിയത്. ഒരുപാട് ആളുകളാണ് പങ്കെടുത്തതും. ഇപ്പോൾ പ്രതി മാർത്താണ്ഡത്താണ്, നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ ഒരുപാട് ദുരൂഹതകളാണ് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു 10 ലക്ഷവുമായിട്ടാണ് ദീപു ഇവിടുന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് യാത്രയാകുന്നത്. പിന്നീട് കേൾക്കുന്നത് ദീപുവിൻ്റെ മരണവാർത്തയാണ്. ഏതായാലും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢസംഘങ്ങളുടെ ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ പണം തന്നെയായിരുന്നോ, വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ദീപുവുമായിട്ട് ഈ ഒരു പ്രതിക്കുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഏതായാലും നിലവിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തെളിവെടുപ്പൊന്നും നടന്നിട്ടില്ല. അതിനുശേഷം മാത്രമാണ് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെ തൻ്റെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ദീപുവിൻ്റെ ഈ ഒരു വീടിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരോടെല്ലാം തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായി എല്ലാവരോടും ഒരുപോലെ തന്നെ അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണം വലിയ രീതിയിൽ വീട്ടുകാർക്കൊപ്പം തന്നെ നാട്ടുകാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കെല്ലാം തന്നെ വളരെ ഒരു നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ് ദീപുവിൻ്റെ വീട്ടിലുള്ളത്. വളരെ വിഷമഘട്ടത്തിലാണ് എല്ലാവരും. ആരും തന്നെ ഇതുവരെ നമ്മുടെ അടുത്ത് പ്രതികരിച്ചിട്ടില്ല. നിലവിൽ പ്രതിയെ പിടികൂടി കഴിഞ്ഞു. ഇനി കേസ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിനുള്ള കാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ.